ആശങ്കയേറിയ മതസ്വാതന്ത്ര്യ ലംഘകരുടെ പട്ടികയിൽ ഇന്ത്യയെ ഉൾപ്പെടുത്തണമെന്ന് ബൈഡനോട് US മതസ്വാതന്ത്ര്യ കമ്മീഷൻ. ലോകത്തിലെ ഏറ്റവും മോശമായ മതസ്വാതന്ത്ര്യ ലംഘകരുടെ പട്ടികയിൽ ഇന്ത്യ ഗവൺമെന്റിനെ ഉൾപ്പെടുത്താൻ അമേരിക്കൻ മതസ്വാതന്ത്ര്യ നിരീക്ഷണ വിഭാഗം ബൈഡൻ ഭരണകൂടത്തോട് ആവശ്യപ്പെട്ടു. മതന്യൂനപക്ഷങ്ങളെയും അവർക്ക് വേണ്ടി വാദിക്കുന്നവരെയും ലക്ഷ്യമിട്ട് ഇന്ത്യയിൽ വർദ്ധിച്ചുവരുന്ന അക്രമങ്ങളിൽ ആശങ്കാകുലരാണെന്ന് യുണൈറ്റഡ് സ്റ്റേറ്റ് കമ്മീഷൻ ഓൺ ഇന്റർനാഷണൽ റിലീജിയസ് ഫ്രീഡം പുറത്തിറക്കിയ പത്രക്കുറിപ്പിൽ പറയുന്നു. വിദേശത്തുള്ള ആക്ടിവിസ്റ്റുകൾ, പത്രപ്രവർത്തകർ, അഭിഭാഷകർ എന്നിവർ ഉൾപ്പെടെയുള്ളവരെ നിശബ്ദരാക്കാനുള്ള ഇന്ത്യൻ ഗവൺമെന്റിന്റെ സമീപകാല ശ്രമങ്ങൾ മതസ്വാതന്ത്ര്യത്തിന് ഗുരുതരമായ ഭീഷണിയാണെന്നും USCIRF വ്യക്തമാക്കി. ഭാരതം ഭരിക്കുന്ന BJP ഭരണകൂടത്തിന്റെ തീവ്ര ഹിന്ദുത്വ നിലപാട് ക്രൈസ്തവർ ഉൾപ്പെടെയുള്ള മതന്യൂനപക്ഷങ്ങൾക്ക് വലിയ വെല്ലുവിളിയാണ് സൃഷ്ടിക്കുന്നതെന്നും ഇന്ത്യയിൽ ദിനംപ്രതി ഏറ്റവും കുറഞ്ഞത് 2 ക്രൈസ്തവരെങ്കിലും ആക്രമിക്കപ്പെടുന്നുണ്ടെന്നും ക്രിസ്ത്യൻ മനുഷ്യാവകാശ സംഘടനയായ യുണൈറ്റഡ് ക്രിസ്ത്യൻ ഫോറം അടുത്തിടെ വ്യക്തമാക്കിയിരുന്നു. ദിവ്യകാരുണ്യവുമായി 32 കിലോമീറ്റർ നടക്കാനൊരുങ്ങി സലീന ബിഷപ്പ്. നിയോഗം ലോകസമാധാനം. ലോകത്തിലെ സമാധാനം സ്ഥാപിക്കപ്പെടുക എന്ന നിയോഗവും പേറി ദിവ്യകാരുണ്യ ഈശോയുമായി ഒരു പ്രദക്ഷിണത്തിന് ഒരുങ്ങുകയാണ് കൻസാസ്. സംസ്ഥാനത്തെ സലീന രൂപതയിലെ ബിഷപ്പ് ജെറാൾഡ് വിൻകെ ഗ്ലാസ്കോ നഗരത്തിലെ സെന്റ് മേരി ദേവാലയത്തിൽ നിന്ന് അദ്ദേഹം ആരംഭിക്കുന്ന ഈ തീർത്ഥയാത്രയ്ക്ക് 32 കിലോമീറ്റർ ദൂരമുണ്ട്. ബെലോയിറ്റ് നഗരത്തിലെ സെന്റ് ജോൺ ദി ബാപ്റ്റിസ്റ്റ് ദേവാലയത്തിൽ അവസാനിക്കുന്ന ഈ തീർത്ഥയാത്ര ജനുവരി 6-നാണ് ആരംഭിക്കുന്നത്. ഇന്നത്തെ ഈ ലോകം വളരെ പ്രക്ഷുബ്ധമാണ്. ലോകസമാധാനം മുന്നിൽ കണ്ടുകൊണ്ട് ജീവനുള്ള ജലധാരയായ അൾത്താരയിലെ വാഴ്ത്തപ്പെട്ട കൂദാശയിൽ നിന്ന് നാം പാനം ചെയ്യണം. ഈ തീർത്ഥാടന വേള എന്റെ പ്രാർത്ഥനയുടെ കേന്ദ്രമായിരിക്കുമെന്നും ഒപ്പം ചേരാൻ കഴിയുന്ന എല്ലാവരെയും ഞാൻ ക്ഷണിക്കുന്നുവെന്നും ബിഷപ്പ് ആഹ്വാനം ചെയ്തു. പഴയ ആംബുലൻസ് ഇപ്പോൾ സ്പിരിച്വൽ കെയർ യൂണിറ്റ്. അമേരിക്കയിലെ സഞ്ചരിക്കുന്ന കുമ്പസാരക്കൂട് ഏറ്റെടുത്ത് ആയിരങ്ങൾ. വിശ്വാസികൾ എവിടെയായിരുന്നാലും അവരെ കണ്ടുമുട്ടുവാനും തങ്ങളുടെ പാപങ്ങൾ ഏറ്റുപറഞ്ഞ് കുമ്പസാരിപ്പിക്കുവാനുമായി അമേരിക്കയിലെ ലാസ് വേഗാസിൽ ആരംഭിച്ച സ്പിരിച്വൽ കെയർ യൂണിറ്റ് ആംബുലൻസ് ഏറെ ശ്രദ്ധ നേടുന്നു. ദിവ്യകാരുണ്യ ഭക്തിക്ക് ഏറെ പ്രാധാന്യം നൽകുന്ന കമ്മ്യൂണിറ്റി ഓഫ് ജീസസ് ക്രൂസിഫൈഡ് സന്യാസ സമൂഹാംഗങ്ങളാണ് അനുരഞ്ജന കൂദാശ എല്ലാവരിലേക്കും എത്തിക്കുവാൻ ശ്രദ്ധേയമായ ഇടപെടലുകൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. യുവ പുരോഹിതനായിരിക്കെ ഹോസ്പിറ്റൽ മിനിസ്ട്രിയിൽ ഏർപ്പെട്ടിരിക്കുമ്പോഴാണ് സഞ്ചരിക്കുന്ന കുമ്പസാരക്കൂട് എന്ന ആശയം മനസ്സിൽ ഉദിക്കുന്നതെന്ന് CJCയുടെ സുപ്പീരിയറായ ഫാദർ മൈക്കൽ ഷാംപെയിൻ ചർച്ച് പോപ്പിനോട് വിവരിച്ചു. യേശുക്രിസ്തു തന്റെ പ്രബോധനങ്ങളും ശുശ്രൂഷകളും കൂടുതലായും നടത്തിയത് പാതകളിലും ഇടവഴികളിലുമാണ്. അതിനാൽ നമ്മളും ഇത് നമ്മളുടെ പ്രേക്ഷിത വേലയുടെ ഭാഗമാക്കി മാറ്റണമെന്ന് അദ്ദേഹം ഓർമ്മിപ്പിക്കുന്നു. ഹൃദയത്തിൽ തുറവിയുള്ളവരാകണമെന്ന് മാർ ജോസഫ് കല്ലറങ്ങാട്ട്. ദൈവരാജ്യം സ്വന്തമാക്കാൻ ഈ ലോകത്തിന്റെ പ്രലോഭനങ്ങൾക്കെതിരെ നാം ബലം പ്രയോഗിക്കണമെന്നും ഹൃദയത്തിൽ തുറവിയുള്ളവരായിരിക്കണമെന്നും ബിഷപ്പ് മാർ ജോസഫ് കല്ലറങ്ങാട്ട് പാലാ രൂപതയുടെ 41ാമത് ബൈബിൾ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തുകൊണ്ട് നൽകിയ സന്ദേശത്തിൽ കൂട്ടിച്ചേർത്തു. പിറവി ഒരു തുറവിയാണ്. ഹൃദയത്തിലാണ് ആ തുറവി കാണിക്കേണ്ടത്. വിനയവും ലാളിത്യവും ഉണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ വീടുകളിൽ ദൈവം പിറവിയെടുക്കുകയുള്ളൂ. ബാഹ്യമായ അലങ്കാരങ്ങളിൽ കൂടുതൽ ശ്രദ്ധിക്കാതെ നന്മ ചെയ്തതിൽ ശ്രദ്ധിക്കണം. സാമൂഹ്യ തിന്മകളെ തച്ചുടയ്ക്കുന്നവരാകണം. നമ്മുടെ കാഴ്ചയും കാഴ്ചപ്പാടും സ്ലീവായോട് ചേർന്നായിരിക്കണം. ഫലം പുറപ്പെടുവിക്കാൻ ശേഷിയില്ലാത്തത് ദൈവത്തിന്റെ റൂഹായാൽ ഫലഭൂയിഷ്ടമാക്കാൻ സാധിക്കുന്നുവെന്ന് വേദപുസ്തകം നമ്മെ പഠിപ്പിക്കുന്നുവെന്നും നമ്മുടെ പ്രവർത്തനം വഴി മറ്റുള്ളവരെ പരിഗണിക്കുന്നവരായി മാറണമെന്നും ബിഷപ്പ് വ്യക്തമാക്കി. വേദനയിലായിരിക്കുന്ന വിശുദ്ധ നാടിനായി പ്രാർത്ഥിക്കുക. ഫ്രാൻസിസ് മാർപ്പാപ്പ. വിശുദ്ധ നാട്ടിലെ ജനങ്ങളെ തനിച്ചാക്കാതെ പ്രാർത്ഥനയും സമ്പൂർണമായ സഹായവും വഴി അവരുടെ ചാരത്തായിരിക്കണമെന്ന് മാർപ്പാപ്പ ആഹ്വാനം ചെയ്തു. ചൊവ്വാഴ്ച തിരുപ്പിറവി തിരുനാൾ എന്ന ഹാഷ്ടാഗോട് കൂടി കണ്ണിച്ചേർത്ത ട്വിറ്റർ സന്ദേശത്തിലാണ് മാർപ്പാപ്പയുടെ ഈ ക്ഷണമുള്ളത്. വിശുദ്ധ നാട്ടിലെ നിവാസികളെ സംബന്ധിച്ചിടത്തോളം വേദനയുടെയും വിലാപത്തിന്റെയും തിരുപ്പിറവി തിരുനാളായിരിക്കും ഇത്. ബെത്ലഹേമിലെ ദുരിതം മധ്യപൂർവ്വ ദേശത്തിനും ഒരു തുറന്ന മുറിവാണെന്നും പാപ്പ കുറിച്ചു.